അമേരിക്കയും ഇസ്രായേലും നടത്തിയ സംയുക്ത ആക്രമണത്തിൽ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടതിന് പിന്നാലെ തിരിച്ചടി കൂടുതൽ ശക്തമാക്കി ഇറാൻ. ഇസ്രായേൽ അമേരിക്ക സംയുക്ത ആക്രമണത്തിനു ശേഷം ഇറാൻ ആദ്യഘട്ടത്തിൽ തിരിച്ചടിച്ചിരുന്നു. ഇതിനുശേഷം ഇപ്പോൾ അമേരിക്കയുടെ വിവിധ രാജ്യങ്ങളിലെ സൈനിക താവളങ്ങൾ അടക്കമുള്ള 27 കേന്ദ്രങ്ങളിലേക്കാണ് ഇറാൻ ആക്രമണം നടത്തിയത്. ഖമേനിയുടെ വധത്തിനുശേഷം ഇതുവരെ കാണാത്ത തിരിച്ചടി നൽകുമെന്ന് ഇറാൻ വ്യക്തമാക്കിയിരുന്നു. ഇറാഖ് എർബിലിലെ US സൈനിക താവളത്തിന് നേരെയും ആക്രമണം ഉണ്ടായി. ശക്തമായ തിരിച്ചടി നൽകാനാണ് ഇറാന്റെ ശ്രമം. അതേസമയം ഇറാനെതിരായ ഇസ്രായേൽ അമേരിക്ക ആക്രമണവും തുടരുകയാണ്. വ്യോമാക്രമണത്തിലടക്കം ഇറാന് കനത്ത നാശനഷ്ടമുണ്ടായതായാണ് വിവരം. അതേസമയം ഖമേനിയെ വധിച്ചതിൽ പ്രതിഷേധിച്ച് ടെഹ്റാനിൽ വൻ പ്രതിഷേധ റാലി നടന്നു. സ്ത്രീകളടക്കം പങ്കെടുത്ത റാലിയാണ് നടന്നത്. മറ്റു രാജ്യങ്ങളിലും പ്രതിഷേധം നടന്നു. ഇന്ത്യയിൽ കശ്മീരിലും ഖമേനിയുടെ മരണത്തിൽ പ്രതിഷേധ റാലി നടന്നു. ഖമേനിയുടെ ചിത്രം കയ്യിലേന്തി കശ്മീരിൽ പ്രതിഷേധം നടന്നു. ഖമേനിയെ കൊല്ലപ്പെടുത്തിയെങ്കിലും പശ്ചിമേഷ്യയിൽ സമാധാനം കൈവരിക്കുന്നതുവരെ ആക്രമണം തുടരുമെന്നാണ് ട്രംപ് വ്യക്തമാക്കിയത്. അമേരിക്ക ഇസ്രായേൽ ആക്രമണങ്ങൾക്ക് മറുപടിയായി ഗൾഫ് മേഖലയിൽ അമേരിക്കൻ സൈനിക താവളങ്ങൾക്കു നേരെ ആക്രമണം തുടങ്ങിയ ഇറാൻ ഇന്നലെ രാത്രിയിൽ അത് ജനവാസ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുകയായിരുന്നു. ദുബായ്, അബുദാബി, കുവൈറ്റ്, ബഹ്റൈൻ വിമാനത്താവളങ്ങൾക്കു നേരെ ഇന്നലെ ഡ്രോൺ ആക്രമണം ഉണ്ടായി. UAE, ഖത്തർ, കുവൈറ്റ്, ബഹ്റൈൻ എന്നിവിടങ്ങളിലേക്ക് ഇറാൻ പ്രയോഗിച്ച നിരവധി മിസൈലുകൾ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തു. ഗൾഫ് മേഖല കടുത്ത ആശങ്കയിലാണ്. ആക്രമണം ജനജീവിതത്തെ ബാധിച്ചു തുടങ്ങി. ഇതിനിടെ ഇസ്രായേലിലെ ടെൽ അവീവിൽ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ഒരു സ്ത്രീ കൊല്ലപ്പെടുകയും 21 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പരിക്കേറ്റവരിൽ ഒരാളുടെ നില ഗുരുതരമാണ്. UAE, ഖത്തർ, കുവൈറ്റ്, ബഹ്റൈൻ രാജ്യങ്ങളും ഇറാനും ഇസ്രായേലും വ്യോമപാതകൾ അടച്ചതോടെ മേഖല നിശ്ചലമായി. പ്രധാന കമ്പനികൾ എല്ലാം വിമാനങ്ങൾ പൂർണ്ണമായും റദ്ദാക്കി. ആയിരങ്ങൾ വിമാനത്താവളങ്ങളിൽ കുടുങ്ങി. ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ആക്രമണങ്ങൾക്ക് പിന്നാലെയാണ് ഇപ്പോൾ ഇറാൻ US-ന്റെ 27 കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തിയത്. അതേസമയം ഇറാനിയൻ ആക്രമണങ്ങൾ നടന്ന സ്ഥലങ്ങളുടെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കിടരുതെന്ന് ഇസ്രായേൽ സൈന്യം. ആക്രമണങ്ങൾ നടന്ന സ്ഥലങ്ങളിലെ താമസക്കാർ സംരക്ഷിത ബങ്കറുകളിൽ തന്നെ തുടരണമെന്നും മുന്നറിയിപ്പ് ലഭിച്ചാൽ മാത്രം സ്ഥലം മാറണമെന്നും ഇസ്രായേൽ സൈന്യം അറിയിച്ചു. ഇറാൻ വീണ്ടും ആക്രമണം ആരംഭിക്കുന്നതായുള്ള റിപ്പോർട്ടുകളെ തുടർന്നാണ് സൈന്യത്തിന്റെ മുന്നറിയിപ്പ്. ഗൾഫ് രാഷ്ട്രങ്ങളിൽ ഇറാന്റെ പ്രത്യാക്രമണം തുടരുകയാണ്. ദുബായിൽ വീണ്ടും സ്ഫോടനം ഉണ്ടായതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. നേരത്തെ ബുർജ് അൽ അറബിൽ അടക്കം ഡ്രോൺ ആക്രമണം ഉണ്ടായിരുന്നു. അതേസമയം ആയത്തുള്ള ഖമേനിയുടെ മൃതദേഹം എന്തു ചെയ്തു എന്നതിൽ വ്യക്തതയില്ല. ഇസ്രായേലി വ്യോമാക്രമണത്തിൽ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് ഖമേനിയുടെ മൃതദേഹം കണ്ടെത്തിയതായും ശനിയാഴ്ച വൈകുന്നേരം മുതിർന്ന ഇസ്രായേലി ഉദ്യോഗസ്ഥരെ അറിയിച്ചതായി ജെറുസലേം പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു. ഖമേനിയുടെ മൃതദേഹത്തിന്റെ ചിത്രങ്ങൾ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ കാണിച്ചതായി റിപ്പോർട്ടുണ്ട്. ചിത്രങ്ങൾ കണ്ട് സ്ഥിരീകരിച്ച ശേഷമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ട്രൂത്തിൽ മരണവാർത്ത സ്ഥിരീകരിക്കുന്നത്. വ്യോമാക്രമണങ്ങളെ തുടർന്ന് ടെഹ്റാൻ നഗരത്തിലെ അദ്ദേഹത്തിന്റെ സമുച്ചയത്തിന്റെ അവശിഷ്ടങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെത്തിയെന്നാണ് പറയുന്നത്. 2 പ്രധാന ഇസ്രായേലി TV നെറ്റ്വർക്കുകളെ ഉദ്ധരിച്ച് AFP റിപ്പോർട്ടുകൾ പ്രകാരം ഖമേനിയുടെ മൃതദേഹത്തിന്റെ ചിത്രങ്ങൾ ലഭിച്ചു. ആക്രമണത്തിന്റെ കൃത്യമായ തെളിവായി ഈ ചിത്രങ്ങൾ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും നേരിട്ട് കൈമാറിയതായും റിപ്പോർട്ടുകൾ പറയുന്നു. ഇസ്രായേൽ മാധ്യമമായ ചാനൽ 12 റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഖമേനി സ്ഥലത്ത് മണ്ണിനടിയിലായിരുന്നു. എന്നാൽ രഹസ്യ സങ്കേതങ്ങൾ ഇന്റലിജൻസ് വിഭാഗം കണ്ടെത്തി. ആക്രമണ സമയം ഖമേനി തന്റെ നിയുക്ത കർത്തവ്യങ്ങൾ നിർവഹിക്കുകയായിരുന്നുവെന്നും ആക്രമണങ്ങൾ ആരംഭിക്കുന്നതിന് തൊട്ടു മുമ്പ് തന്റെ സഹായി അലി ഷംഖാനി, സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടറി അലി ലാരിജാനി എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തിയതായും റിപ്പോർട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.